ഹായ് ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു UK Edu Plus ചാനൽ. എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 4ാമത്തെ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ചാപ്റ്ററിൽ നിന്ന് 2 മാർക്കിനും 3 മാർക്കിനും 4 മാർക്കിനും 5 മാർക്കിനും ചോദിക്കാവുന്ന ചില ചോദ്യങ്ങൾ പരിചയപ്പെടാം. അതിൽ 2 മാർക്കിൻ്റെ 4 ചോദ്യങ്ങൾ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, what do you mean by colonial policy? Second question, what is neo-colonialism? Third question, what is imperialism? Fourth question, prepare a short note on socialism. ഈ 4 ചോദ്യങ്ങൾ 2 മാർക്കിന് പ്രതീക്ഷിക്കാം. അപ്പോൾ എക്സാമിന് SSLC എക്സാമിന് ഈ 4 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം ഒരു പക്ഷേ 2 മാർക്കിന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ 2 മാർക്കിൻ്റെ 4 ക്വസ്റ്റ്യൻസ് ഓക്കെ ആണല്ലോ. അപ്പോൾ എക്സാമിന് പോകുമ്പോൾ എല്ലാവരും ഈ 4 ക്വസ്റ്റ്യൻസ് മസ്റ്റായിട്ട് പഠിച്ചു പോവുക. ഓക്കെ, ഈ 2 മാർക്കിൻ്റെ എന്ന് പറയുമ്പോൾ ചെറിയ 2 സെൻറ്റൻസ് എഴുതിയാൽ മതിയായിരിക്കും. 2 മാർക്കിൻ്റെ ചോദ്യങ്ങളല്ലേ, അപ്പോൾ അത്രയ്ക്ക് എഴുതിയാൽ മതിയായിരിക്കും 2 സെൻറ്റൻസൊക്കെ. ഓക്കെ, ഇനി നമുക്ക് 3 മാർക്കിൻ്റെ ചോദ്യത്തിലേക്ക് വരാം. 3 മാർക്കിൻ്റെ 4 ചോദ്യങ്ങൾ. അതിലൊന്നാമത്തെ ചോദ്യം, ലിസ്റ്റ് ഔട്ട് ദ ഫീച്ചേഴ്സ് ഓഫ് മെർക്കൻറ്റലിസം. മെർക്കൻറ്റലിസത്തിൻ്റെ ഫീച്ചേഴ്സാണ് ചോദിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇലുസൈഡൈറ്റ് മെർക്കൻറ്റ് ക്യാപിറ്റലിസം ആൻഡ് ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസം. ഇവിടെ ഇലുസിഡേറ്റ് മെർക്കൻറ്റ് ക്യാപിറ്റലിസവും ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസവും തെളിയിക്കാനാണ് പറഞ്ഞത്, വിശദീകരിക്കാൻ. 3 മാർക്കിൻ്റെ ചോദ്യമാണ്. അടുത്ത 3ാമത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് വിച്ച് എനേബിൾഡ് പോർച്ചുഗൽ ആൻഡ് സ്പെയിൻ ടു അണ്ടർടേക്ക് ജിയോഗ്രഫിക്കൽ എക്സ്പെഡിഷൻസ്. എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് വിച്ച് എനേബിൾഡ് പോർച്ചുഗൽ ആൻഡ് സ്പെയിൻ ടു അണ്ടർടേക്ക് ജിയോഗ്രഫിക്കൽ എക്സ്പെഡിഷൻസ്. ദെൻ 4th ക്വസ്റ്റ്യൻ, 3 മാർക്കിൻ്റെ, ഇലുസിഡേറ്റ് വാട്ട് ഈസ് ന്യൂ വേൾഡ്. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. 2 മാർക്കിനോ 3 മാർക്കിനോ നമുക്ക് പ്രതീക്ഷിക്കാം. ഇലുസിഡേറ്റ് വാട്ട് ഈസ് ന്യൂ വേൾഡ്. അപ്പോൾ 3 മാർക്കിൻ്റെയും 4 ക്വസ്റ്റ്യൻസാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ 4 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഈ പാഠഭാഗത്തിൽ നിന്ന് പഠിക്കേണ്ടതാണ്. ഓക്കെ ആണല്ലോ. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയി ഈ 4 എണ്ണത്തിൽ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ 4ാമത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്, ഇലുസിഡേറ്റ് വാട്ട് ഈസ് ന്യൂ വേൾഡ്. ഓക്കെ, ഇനി നമുക്ക് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെയും 4 ചോദ്യങ്ങളാണുള്ളത്. അതിലൊന്നാമത്തെ ചോദ്യം, എക്സാമിൻ ദി ഇഫക്റ്റ് ഓഫ് കൊളോണിയലൈസേഷൻ. ദെൻ സെക്കൻഡ്, ഇലുസിഡേറ്റ് ദ സർക്കംസ്റ്റാൻസസ് ഫോർ ദി ബിഗിനിങ് ഓഫ് ദി ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട്. Then third question, explain the changes that took places as a part of the Industrial Revolution. Then fourth question, examine the merits and demerits of Industrial Revolution. ഈ 4 മാർക്കിൻ്റെ 4 ചോദ്യങ്ങളിൽ 4ാമത്തെ ചോദ്യം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിൻ ദ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ മെറിറ്റ്സും അതുപോലെ ഡിമെറിറ്റ്സും, ഗുണങ്ങളും ദോഷഫലങ്ങളും എക്സാമിൻ പരിശോധിക്കാനാണ് പറഞ്ഞത്. 4 മാർക്കിൻ്റെ 4 ക്വസ്റ്റ്യൻസ് ഓക്കെ ആണല്ലോ. അതുപോലെ ഇതും ചോദിക്കാം ഒരു പക്ഷേ, എക്സാമിൻ ദി ഇഫക്റ്റ് ഓഫ് കൊളോണിയലൈസേഷൻ. ഓക്കെ, ഈ ക്വസ്റ്റ്യനും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ അതിലുപരി ഏറ്റവും പ്രധാനപ്പെട്ടത് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ റവല്യൂഷനാണ്. ഈ 2 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെയും 4 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ പഠിക്കുക. ഇനി അടുത്തത് നമ്മൾ പോകുന്നത് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അതായത് essay ക്വസ്റ്റ്യൻ 5 മാർക്കിൻ്റെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഓക്കെ, 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് പ്രധാനമായിട്ട് 4 എണ്ണം ഇമ്പോർട്ടൻ്റ് ആയത്. ഫസ്റ്റ് വൺ, എക്സ്പ്ലെയിൻ ദ റിസൾട്ട് ഓഫ് ദി ഫസ്റ്റ് വേൾഡ് വാർ. ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ റിസൾട്ടാണ് ചോദിച്ചത്. അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് 5 മാർക്കിന്. അടുത്ത 2ാമത്തെ ചോദ്യം, പ്രിപ്പയർ എ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഓൺ നാസിംസ് ഇൻ ജർമ്മനി. നാസിം ഇൻ ജർമ്മനി.
അതിനെക്കുറിച്ചുള്ള ഒരു വിവരണം തയ്യാറാക്കാൻ. അടുത്ത മൂന്നാമത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് ഫാസിസം ഇൻ ഇറ്റലി. ഇറ്റലിയിലെ ഫാസിസം അതിനെക്കുറിച്ച് അതിൻ്റെ ഫീച്ചേഴ്സാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഒന്നെങ്കിൽ നാസിസം അല്ലെങ്കിൽ ഫാസിസം, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിൽ നാസിസം നമുക്കറിയാം ജർമ്മനിയിലാണ്, ഫാസിസം ഇറ്റലിയിൽ. ഇതിൻ്റെയൊക്കെ രണ്ടിൻ്റെയും ഫീച്ചേഴ്സൊക്കെ നിങ്ങൾ എക്സാമിന് പോകണ മുൻപായിട്ട് മസ്റ്റായിട്ടൊന്ന് റീഡ് ചെയ്ത് പോകണം. അടുത്ത നാലാമത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ ദ കോസസ് ഓഫ് ദി സെക്കൻഡ് വേൾഡ് വാർ. സെക്കൻഡ് വേൾഡ് വാറിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. ഇതിൽ ഒന്നാമത്തെ ചോദ്യത്തിൽ പറയുന്നുണ്ടായിരുന്നു എക്സ്പ്ലെയിൻ ദ റിസൾട്ട് ഓഫ് ദി ഫസ്റ്റ് വേൾഡ് വാർ. ഒന്നാം ലോകമഹായുദ്ധത്തിൻ്റെ പ്രധാനപ്പെട്ട റിസൾട്ട്സാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. എന്നാൽ നാലാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ കോസസ് ഓഫ് ദി സെക്കൻഡ് വേൾഡ് വാർ. ഈ ഫസ്റ്റ് വേൾഡ് വാറും അതുപോലെ സെക്കൻഡ് വേൾഡ് വാറും പ്രധാനപ്പെട്ട രണ്ട് ചോദ്യങ്ങളാണ്. അപ്പോൾ ഈ രണ്ട് ചോദ്യങ്ങളും എക്സാമിന് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ പഠിച്ചു പോവേണ്ടതാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ സ്റ്റുഡൻസ്, ഈ കാണിച്ചിട്ടുള്ള വീഡിയോസ്, അതായത് 2 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെയും ഒക്കെ ക്വസ്റ്റ്യൻസ് പഠിച്ചു പോകണം. അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് വാച്ച് ചെയ്യുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ആണല്ലോ? ഇനിയും ഇതുപോലെയുള്ള പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിൽ നിന്നും ചോദിക്കാവുന്ന ചോദ്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാം.